ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് അഭിമുഖം നടത്തുന്നത്. ഇന്ന് നമ്മളെ KM ഷാജി വയനാട്. അപ്പോൾ ആദ്യം ചോദിക്കണേ, കുറേ കാലമായിട്ട് വയനാട് എന്നുള്ള പേര് ബാക്കിൽ കാണുന്നില്ല, അതെന്താ? ഞാൻ ബേസിക്കലി കീഴ്ശ്ശേരിക്കാരനാണ്, മലപ്പുറം. എൻ്റെ വാപ്പ മലപ്പുറത്തുനിന്ന് വയനാട്ടിൽ വന്നതാണ്. എൻ്റെ ഉമ്മ നമ്മുടെ പിലാശ്ശേരിക്കാരാണ്, എയർപോർട്ടിനടുത്ത് നിന്ന് വന്നതാണ്. വയനാട്ടിലാണ് ഞങ്ങൾ സ്ഥലം. ഞാൻ പക്ഷേ 18 വർഷമായിട്ട് കോഴിക്കോട് താമസമാണ്. എന്ന് വെച്ചാൽ വേങ്ങരയുമായിട്ടൊരു 40 മിനിറ്റിൻ്റെ ഓട്ടം മാത്രമേ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് വരുന്നുള്ളൂ. കോഴിക്കോടാണ് താമസിക്കുന്നത്. വയനാട് അങ്ങനെ ഞാനിട്ട പേരല്ല. എൻ്റെ പേര് പണ്ടേ എൻ്റെ വാപ്പയുടെ പേര് KM ബീരാൻകുട്ടി എന്നാണ്, എൻ്റെ പേര് KM ഷാജി തന്നെയാണ്. അത് പിന്നെ നമ്മുടെ സ്നേഹത്തിൻ്റെ പേരിൽ ആരോ ഇട്ടുന്നതാണ്. ഷാജി ഒറിജിനൽ പേരെന്താ? അത് ഷാജി തന്നെയാണ്. ഷാജഹാൻ ഷാജി ആയതാണോ? അല്ലല്ല, അങ്ങനെ പേര് മദ്രസയിൽ സ്കൂളിലൊക്കെ എൻ്റെ പേര് അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ വേങ്ങരയിലാണ് വന്നത്. അതായത് വേങ്ങരയിൽ വന്നപ്പോൾ പൊതുവെയുള്ള ചർച്ച ഷാജി സാഹിബ് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് ഒരു മെഗാ സ്റ്റാർ പദവിയിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പ്രഭാഷകനാണ്. അതിന് പുറമെ പാർട്ടിയുടെ, അതായത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു പ്രവൃത്തിയിലേക്കുള്ളൊരു കാൽവെപ്പാണെന്ന് പൊതുവെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് സന്തോഷമുണ്ടോ? അല്ല, ഞാൻ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും ഒന്നുമല്ല. ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകൻ. ഇപ്പോഴും പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിച്ച് നടക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു സാധാ പ്രവർത്തകനാണ്. അത് അങ്ങനെ താങ്കൾ എങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ പൊതുവെ ജനങ്ങൾ കാണുന്നുണ്ട് വേങ്ങരയിൽ പോസ്റ്റ് കിട്ടിയപ്പോൾ, അതായത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, ഇപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ചർച്ച, UDF ചർച്ച, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ താങ്കളെ ഒരു ഇനി പാർട്ടിയുടെ ഭാവി ആളായിട്ട് കാണുന്നു എന്നൊരു ചർച്ച വരുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ടോ? അല്ല, അതിൽ സന്തോഷം അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണെങ്കിൽ അത്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, അംഗീകാരം കിട്ടുന്നു എന്നുള്ളതല്ല, കിട്ടിയ അംഗീകാരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഏത് സമയത്തായിരുന്നാലും ഒരു MLA ആയിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റായ MLA ആവാൻ ശ്രമിക്കുക. യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു നല്ല സംഘാടകനാകാൻ ശ്രമിക്കുക. എനിക്ക് ഏതൊരു പദവി കിട്ടിയാലും ഇപ്പോഴും ഞാൻ നിങ്ങളെൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനാണ്, നിങ്ങൾക്ക് ഷാജിനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ 100% ഹാപ്പി ആയിരിക്കും. കാരണം ഒരു ഫാമിലി മാൻ എന്നുള്ള നിലക്ക് ഞാൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ബേസിക്കായിട്ട് നമ്മുടെ ഉത്തരവാദിത്വം അവിടെയാണ്. അവിടെ നീതി പുലർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആരോടും നീതി പുലർത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചെയ്യുന്ന പണികൾ നമ്മളുടെ ചെറിയ ചെറിയ റോളേ ഉള്ളൂ. അത് 100%ലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഈ പുതിയ ഉത്തരവാദിത്വം ഞാൻ ഹാപ്പിയാണ് കിട്ടിയാൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വേങ്ങരയിലാണ് വന്നത്. പാർട്ടിൻ്റെ മെഗാസ്റ്റാർ സൂപ്പർ മണ്ഡലമാണ്, ഒരു സംശയമില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി താഴെക്കിടയിലുള്ള പ്രവർത്തകർക്കുള്ള വിഷയങ്ങളിലൊക്കെ, ഇഷ്യൂസിലൊക്കെ സ്വാഭാവികമായിട്ടും ഇടപെടേണ്ടി വരും. അധികാരവും ഭരണമൊക്കെ ഉള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇവിടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഉണ്ട്, UDF കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ട്. അവർക്കൊക്കെ എന്നെ കൊണ്ടുള്ള സപ്പോർട്ടുകളല്ലാതെ ഞാൻ അതിനെ വേറെ തരത്തിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യില്ല. അങ്ങനെയാണ് ഒരു പൊതു ചർച്ച ഉണ്ട്. അതായത് സ്വാഭാവികമാണ്, ഇവിടെ നിലവിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പാർട്ടി വിഷയങ്ങളിൽ ഇടപെടുന്നിടത്തൊക്കെ അത് ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഒരു സ്ഥാനക്കയറ്റം കിട്ടിയത് നമുക്കൊക്കെ തോന്നിക്കണം, നിങ്ങൾക്ക് തോന്നിക്കണം? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പൊതുവെ ഒരു വേങ്ങരയിൽ മിനിമം ഒരു മന്ത്രി, പൊതുവെ കുഞ്ഞാലിക്കുട്ടി മാറുമ്പോൾ പകരം വരുന്ന ആളൊരു മിനിമം ഒരു മന്ത്രി ആകണമെന്നൊക്കെ പൊതുവെ പ്രവർത്തകരും എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേതൃത്വം അതിന് എന്ത് പറയുന്നു അറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാധ്യതയെക്കുറിച്ച് അതൊക്കെ അത്ര അംബീഷൻസുകളുടെ കൊണ്ടുപോകേണ്ട സാധനമല്ല പൊളിറ്റിക്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു MLA ആവാൻ ഈ വേങ്ങരയിൽ എനിക്ക് അതിനൊരു നിയോഗം ഉണ്ടായാൽ വേങ്ങരക്കാരുടെ നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിനൊരു മന്ത്രിയാവുക എന്ന് പറയുന്നതൊന്നും അല്ല അതിൻ്റെ കാര്യം. അതൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നിടത്ത് പോലും ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രോബ്ലംസ് അത് ചർച്ച, പക്ഷെ അണികൾക്ക്, കാരണം വേങ്ങര പറഞ്ഞാൽ പാർട്ടി പറഞ്ഞില്ലേ, പാർട്ടി ഓരോ പാർട്ടിക്കും ഇപ്പോൾ ധർമ്മടം, മാർക്സിസ്റ്റ് പാർട്ടി ഒരു മെഗാ എന്ന് പറഞ്ഞവർ വേങ്ങര പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു മെഗാസ്റ്റാർ മണ്ഡലത്തിലുള്ളൊരു MLA മിനിമം മന്ത്രിസഭയിലെത്തിയാൽ അണികൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യമാണ്. ഇനി അഥവാ ഇനി ഇത് കിട്ടുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു 5 മന്ത്രിസഭ ഉണ്ട്. അതിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പദവി ഏതായിരിക്കും? അതൊന്നും ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം എന്താ അറിയോ, അതിനകത്തുള്ള 5 മന്ത്രിസ്ഥാനം പാർട്ടി എടുക്കുന്നതും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളാണ്. ആ വകുപ്പുകൾ എല്ലാം പാർട്ടി ആ തരത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിനകത്ത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 പദവികൾ കൊണ്ട് ആളുകൾക്ക് ഉണ്ടാവും. ഇതിനകത്ത് ഏത് വകുപ്പും, കേരളത്തിലുള്ള വകുപ്പുകൾ എല്ലാം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ടതാണ്. ഏത് വകുപ്പും നന്നായിട്ട് കാര്യമില്ല, അതങ്ങനെ നന്നാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ് മിടുക്കുവേണ്ടത്. അത്രയും കാര്യം. ഞാൻ അവസാനം ഒരു ചോദ്യം കൂടി, ഇവിടെ സെറ്റിലാവോ വേങ്ങരയിൽ? ഞാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സെറ്റിലാവുക എന്ന് പറഞ്ഞതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. 5 വർഷക്കാലം ജനപ്രതിനിധിയാണെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തിലുണ്ടാവും, ഇവിടെ താമസിക്കും, ഇവിടെ ഉണ്ടാവും.
സെറ്റിൽ ആവാന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേങ്ങരയിൽ സീറ്റ് കിട്ടിയപ്പോൾ ഒരു നെട്ടലുണ്ടായിരുന്നു, അതാ മുൻകൂട്ടി ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഞെട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആർക്കും, എന്റെ വിശ്വാസം. ഓക്കെ, അദ്ദേഹത്തിന്റെ സമയം നഷ്ടപ്പെടുത്താൻ വയ്യ, അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്.